രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയം 150ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം, ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, വ്യാഴാഴ്ച അഷ്ടപതി. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചിലർ നേരിട്ട് വന്ന് എൻ്റെ അടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അവർക്ക് നേരിട്ടൊന്ന് പഠിക്കാം. ഞാൻ കൊല്ലത്താണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൂടാതെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ 9645333999 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് അഷ്ടാവക്ര ഗീത എടുത്ത് നിങ്ങൾ നിശ്ചയമായും കേൾക്കണം. കൃഷ്ണന്റെ പുനരവതാരമായ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിലുള്ളതെല്ലാം കേൾക്കണം. അതേ കണക്ക് തന്നെ ഭക്തമീരയെ കുറിച്ചുള്ളതുണ്ട്. അതും നിങ്ങൾ കേൾക്കണം. പിന്നെ ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അപ്പം ആ എൻഡിങ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു രൂപം കിട്ടും. അപ്പം നിങ്ങളതൊക്കെ കാണുക, അതൊക്കെ നിങ്ങൾ കേൾക്കുക. അമ്പലങ്ങളെ കുറിച്ചുള്ളതുണ്ട്. ഹിന്ദുക്കൾ പോയിരിക്കേണ്ട ആ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ളതുണ്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കുക. രാധാറാണിയുടെ അനുഗ്രഹം തേടുക. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണിക്ക് പറഞ്ഞോ ജയ്. എൻ്റെ മാതാവ് രാധാ റാണിക്ക് ജയ്.
എനിക്ക് സർവ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മക്ക് ജയ്. അപ്പോൾ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്ത് രക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മക്ക് ജയ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ രാധികാ കവചം 2 ഉണ്ട്. അത് രണ്ടും നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ രാധികാ കവചം പഠിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ രാധാ സഹസ്രനാമമുണ്ട്, അതും നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. വരികൾ ഉൾപ്പെടെയും വരികൾ ഇടാതെയും. രാധാ സഹസ്രനാമം 3 എണ്ണം ഉണ്ടെന്നറിയുക. അതിൽ ഒന്നാമത്തതാണ് കൃഷ്ണപ്രിയ പാടിയിട്ടത്. ബാക്കി 2 എണ്ണം അധികം താമസിയാതെ തന്നെ രാധയെ ചാനലിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അതേ കണക്ക് അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇത് കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾ പിന്നെ അതേ കണക്ക് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായി എന്നൊരെണ്ണമുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങളത് കേൾക്കണം. അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ആ ലിങ്ക് ഞാൻ വാട്സപ്പിൽ അയച്ചു തരുന്നതാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. രാധയുടെ പ്രണയം ആരംഭിക്കുകയായി. കൃഷ്ണൻ 4 പാടുമൊന്ന് നോക്കി. ഉണ്ടോ? ആരെങ്കിലും കാണുന്നുണ്ടോ? ആരെങ്കിലും കാണുന്നുണ്ടോ? ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തി പതുക്കെ ചന്ദ്രാവലിയുടെ അടുക്കലേക്കുള്ള പുറപ്പാടാണ് കൃഷ്ണൻ്റെത്. പക്ഷേ ഒരാള് അതിങ്ങനെ കാണുന്നുണ്ട്. അത് കൃഷ്ണൻ കണ്ടതുമില്ല. കൃഷ്ണൻ പതുക്കെ ചന്ദ്രാവലിയുടെ അടുക്കലേക്ക് പോയി. ഈ സമയത്ത് ആ ആള് വേഗം രാധാറാണിയുടെ അടുക്കലെത്തി. അപ്പോ രാധാറാണി ആ ആളിനെ തൻ്റെ വലത് കൈ നീട്ടി. ആ ആള് വന്ന് രാധാറാണിയുടെ വലത് കൈയിലിരുന്നു. അപ്പോൾ രാധാറാണി ചോദിച്ചു, എന്താ ശുഖ, എന്താ വിശേഷിച്ച്? അതെ, സുഖൻ എന്ന രാധാറാണിക്ക് ഏറെ പ്രിയപ്പെട്ട തത്തയാണത്. അപ്പോൾ പറഞ്ഞു, കൃഷ്ണൻ 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 ചന്ദ്രാവലിയുടെ അടുക്കലേക്ക് പോയി. കൃഷ്ണൻ ചന്ദ്രാവലിയുടെ അടുക്കലേക്ക് പോയി. അത് കേട്ടപ്പോൾ രാധാറാണിയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. അപ്പോൾ രാധാറാണി പറഞ്ഞു, അങ്ങനെയാണോ? അപ്പോൾ തന്നെ രാധാറാണി ചന്ദ്രാവലിയുടെ അടുക്കലേക്ക്, ചന്ദ്രാവലിയുടെ വള്ളിക്കുടിലേക്ക് പുറപ്പെട്ടു. പക്ഷേ ദൂരത്ത് നിന്ന് തന്നെ കരിയിലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം കേട്ടു. അതോടൊപ്പം തന്നെ ചന്ദ്രാവലിയുടെ സഖികൾ രാധാറാണി വരുന്നത് കണ്ടു. അവർ ഓടി വന്ന് ചന്ദ്രാവലിയോട് വിവരം പറഞ്ഞു. കൃഷ്ണൻ അപ്പോൾ തന്നെ അവിടുന്ന് പ്രാണനും കൊണ്ട് പൊയ്ക്കളഞ്ഞു. രാധാറാണി അവിടെ വന്നു. വന്നിട്ട് ചോദിച്ചു, എവിടെ കൃഷ്ണൻ, എവിടെ കൃഷ്ണൻ? അപ്പൊ ചന്ദ്രാവലി പറഞ്ഞു, കൃഷ്ണനോ? കൃഷ്ണൻ ഇവിടെ ഒന്നും വന്നില്ല. കൃഷ്ണനെ തിരക്കി ഇവിടെ എന്തേ വന്നത്? അപ്പൊ രാധാറാണി പറഞ്ഞു, ഇല്ല ഇല്ല, കൃഷ്ണൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ശുഗൻ വന്നു. ശുഗൻ വന്നിട്ട് പറഞ്ഞു, രാധ പറഞ്ഞത് ശരി, രാധ പറഞ്ഞത് ശരി, ഞാൻ കണ്ടു കൃഷ്ണൻ വന്നത്. അപ്പൊ ചന്ദ്രാവലി വളരെ ദേഷ്യത്തോടു കൂടി നോക്കി. അപ്പോൾ രാധാറാണി പറഞ്ഞു, എന്നെ കണ്ടുകൊണ്ട് കൃഷ്ണൻ ഇവിടെ നിന്ന് പോയതാണ്, എനിക്കതറിയാം, വരട്ടെ, എൻ്റെ അടുക്കലേക്ക് ഇനി വരട്ടെ എന്ന് പറഞ്ഞ് രാധാറാണി അതീവ കോപത്തോടെ തിരിച്ചുപോയി. കൃഷ്ണൻ ആകപ്പാടെ വിഷമിച്ചു. കൃഷ്ണൻ പറഞ്ഞു, ഈ ശുഗനെ കൊണ്ട് ഞാൻ തോറ്റു, എങ്ങോട്ടും പോകാൻ വയ്യാത്ത അവസ്ഥയായി. എന്തുണ്ടെങ്കിലും അവൻ ഓടിപ്പോയി രാധയുടെ അടുത്ത് പറയും. അവൻ രാധയ്ക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ്. അപ്പൊ സുബല പറഞ്ഞു, കൃഷ്ണ, നീ വിചാരിച്ചാൽ ആ ശുഗനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ലേ? കൃഷ്ണന്റെ കണ്ണ് തള്ളിപ്പോയി. കൃഷ്ണൻ പറഞ്ഞു, എന്താ പറഞ്ഞത് സുബല? ഇല്ലാതാക്കാനോ? രാധയുടെ ശുഗനെയോ? നല്ല കഥയായിപ്പോയി. നീ വേറെ വല്ലതും പറ. എങ്ങനെ ഇനി അവളെ ഇണക്കിയെടുക്കാം,
എന്നതിനെ കുറിച്ച് അങ്ങ് ചിന്തിച്ചാൽ മാത്രം മതി. പക്ഷെ ഈ ശുഗന്റെ കണ്ണ് വെട്ടിച്ച് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അതൊരു സത്യമാണ്. ശുഗന്റെ കണ്ണ് വെട്ടിക്കാൻ വലിയ പാടാണ്. അവൾ ശരിക്കും പറഞ്ഞ, നമ്മുടെ ഭാഷയെ പറഞ്ഞ, രാധാറാണിക്ക് വേണ്ടി സ്പൈ വർക്ക് നടത്തുന്നതിൽ ഏറ്റവും പ്രധാനിയാണ് ശുഗൻ. രാധാറാണിക്ക് തൻ്റെ സഖിമാരെക്കാൾ ഏറെ പ്രിയപ്പെട്ടതാണ് ശുഗൻ എന്ന് പറയുന്നത്. അപ്പൊ സുബല അവിടെ നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് വിചാരിച്ചു, ഈ ശുഗനെ തീർത്തു കഴിഞ്ഞാൽ കൃഷ്ണന് ഭയങ്കര ഇഷ്ടമായിരിക്കും. കൃഷ്ണൻ അത് ചെയ്യാത്തത് വേറൊന്നും കൊണ്ടല്ല, പിന്നെ രാധാറാണി മിണ്ടത്തില്ല. ഇത് ഞാൻ ചെയ്താൽ പ്രശ്നമില്ലല്ലോ, കൂടിപ്പോയാൽ രാധാറാണി എന്നോട് മിണ്ടത്തില്ല. അതിനിപ്പോ എന്ത്, എനിക്ക് കൃഷ്ണനില്ലേ, സർവ്വതിനും എനിക്ക് കൃഷ്ണനില്ലേ. അങ്ങനെ ആ ശുഗനൊരു മരത്തിലിരിക്കുന്ന അവസരം, ശുഗനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്. ഒരു മിനിറ്റ് കിട്ടിയാൽ മതി. ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയാണെങ്കിൽ അവൻ ആ മരത്തിലിരുന്ന് ശ്രീരാധേ 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 ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ശുഗൻ ഒരു മരത്തിലിരുന്ന് ശ്രീരാധേ ശ്രീരാധേ ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ കവടയെടുത്തു സുബല. എന്നിട്ടൊരു വലിയ കല്ലതിനകത്തേക്ക് വെച്ചു. എന്നിട്ട് അതിൻ്റെ നെറ്റിത്തടം നോക്കി. ഈ കല്ല് കൊള്ളുന്നതോടുകൂടി ശുഗന്റെ കാര്യത്തിലൊരു തീരുമാനമാകും. നെറ്റിത്തടത്തെ ലക്ഷ്യമാക്കി ആഞ്ഞു വിട്ടു. അപ്പോൾ സുബല ഇങ്ങനെ നോക്കുകയാണ്. ആ കല്ല് ശുഗ ഇരിക്കുന്നതിൻ്റെ അടുക്കലേക്ക് വന്നു. അടുക്കലേക്ക് വന്നപ്പോൾ ആ കല്ലൊരു കാന്തിക ശക്തി എന്ന വണ്ണം നിന്നു. നിന്നതിന് ശേഷം അത് ശുഗനെ വലത്തു വെച്ചു. 3 വലത്തു വെച്ചിട്ട് ആ കല്ല് തിരിച്ച് സുബലയുടെ നേർക്ക് പാഞ്ഞു വരാൻ തുടങ്ങി. സുബല പേടിച്ചു പോയി. സുബല പ്രാണനും കൊണ്ടുകൂടി ഓടിച്ചെന്ന് കൃഷ്ണന്റെ അടുത്ത് അഭയം പ്രാപിച്ചു. കൃഷ്ണ കൃഷ്ണ, എന്നെ രക്ഷിക്കണേ ഈ കല്ലിൽ നിന്ന്. കൃഷ്ണൻ കാര്യം ചോദിച്ചപ്പോൾ വളരെ വേഗം പറഞ്ഞു, കാര്യം പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എന്ത് പണ്ടത്തരവാ കാണിച്ചത്? എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ശുഗാ, നിനക്കറിയാമോ സുബല, നിനക്കറിയാമോ ആ ശുഗന് ചുറ്റും രാധികാ കവചമുണ്ട്. രാധ തനിക്ക് പ്രിയപ്പെട്ടവർക്കെല്ലാം അത് ചെയ്തു കൊടുക്കാറുണ്ട്. ആ രാധികാ കവചം ഭേദിക്കാൻ ആർക്കും പറ്റത്തില്ല. ഇനി നിന്നെ രക്ഷിക്കാൻ രാധയ്ക്ക് മാത്രമേ പറ്റൂ. അപ്പൊ സുബല പറഞ്ഞു, അയ്യോ ഒന്നും പറയണ്ട, ഓടിപ്പോ രാധയുടെ അടുത്ത്, ഓടിപ്പോളാൻ പറഞ്ഞു. അങ്ങനെ സുബല ഓടിച്ചെന്നപ്പോൾ രാധ തോഴിമാരുമായിട്ടിരിക്കുകയാണ്. സുബല ഓടിച്ചെന്ന് രാധയുടെ കാൽക്കൽ വീണു, രക്ഷിക്കണേ രക്ഷിക്കണേ. അപ്പോൾ രാധ ചോദിച്ചു, എന്താണ്? അപ്പൊ കാണാം കല്ലിങ്ങനെ വരുന്നു. അപ്പൊ രാധയ്ക്ക് കാര്യം മനസ്സിലായി. സുബല, നീ എൻ്റെ ശുഗനെ ആക്രമിക്കാൻ ശ്രമിച്ചു എങ്കിൽ ഈ കല്ല് നിന്നിൽ തന്നെ വന്ന് വീഴണം. അപ്പോൾ ഒരു ശബ്ദം, വേണ്ട രാധേ, കാൽക്കൽ അഭയം പ്രാപിച്ചവരെ അങ്ങനെ തള്ളിക്കളയുന്നത് ശരിയാണോ? അപ്പോഴേക്കും ആ കല്ല് സുബലയെ തേടി എത്തിക്കഴിഞ്ഞു. അപ്പോൾ രാധാറാണി പറഞ്ഞു, എൻ്റെ ഭക്തനെ ആരുപദ്രവിക്കാൻ ശ്രമിച്ചാലും, ആ ഉപദ്രവിക്കുന്നവൻ എൻ്റെ കാൽക്കൽ അഭയം പ്രാപിച്ചാലും ഞാൻ അതിന് അനുമതി കൊടുക്കില്ല. അതിന് എൻ്റെ ഭക്തൻ തന്നെ അനുമതി കൊടുക്കണം. അതോടെ കൃഷ്ണൻ വന്ന് സുബല എടുത്തു പറഞ്ഞു, ഓടിച്ചെല്ല്, നീ ശുഗന്റെ കാൽക്കൽ വീഴൂ. സുബല പ്രാണനും കൊണ്ടോടി. ഓടിച്ചെന്ന് ശുഗന്റെ അടുത്ത് പറഞ്ഞു, രക്ഷിക്കണം രക്ഷിക്കണം. അപ്പോഴേക്കും ആ കല്ലവിടെ എത്തി. അപ്പോൾ ശുഗൻ പറഞ്ഞു, ശ്രീരാധേ 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 ഉള്ളപ്പോൾ എന്നെ ആർക്കെന്താ ചെയ്യാൻ കഴിയുന്നത്? സുബല അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. ശ്രീരാധേ ശ്രീരാധേ, സുബലയെ ഉപദ്രവിക്കണ്ട. ആശ്ചര്യമെന്ന് പറയട്ടെ,
ആ കല്ല് നിന്ന നിപ്പിൽ പൊടിഞ്ഞ് താഴേക്ക് വീഴുന്നത് കണ്ടു. അതോടെ സുബലയുടെ ആ മനസ്സിളകിപ്പോയി. സുബലയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് രാധാറാണി തന്നെയാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. പിന്നീട് കൃഷ്ണനുമായുള്ള എന്ത് ആശയവിനിമയത്തിനും രാധാറാണി ശുഗനെയാണ് കണ്ടെത്തുന്നത്. രാധാറാണി ശുഗനോട് പറയും, ശുഗ, ഈ സന്ദേശം നീ ആരടുത്ത് ഏൽപ്പിച്ചേക്കണം? സുബലന്റെ കൃഷ്ണന്റെ അടുത്ത് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ എത്തും. കൃഷ്ണൻ വൃന്ദാവനം വിട്ടതിന് ശേഷവും രാധാറാണി തൻ്റെ ജീവിതത്തിലെ നിർണായകമായ പല കാര്യങ്ങളും ശുഗൻ മുഖാന്തരമാണ് അവതരിപ്പിക്കുന്നത്. കൃഷ്ണൻ എവിടെ നിന്നാലും ശുഗന്റെ ചിറകടി ഒച്ച കേട്ടാൽ മറ്റെല്ലാം നിർത്തിവെച്ചിട്ട് ഓടി വരും. ഓടി വന്ന് ശുഗനിൽ നിന്ന് രാധാറാണിയുടെ സന്ദേശം സ്വീകരിക്കും. ഒരു ദിവസം മധുരയിലേക്ക് പോയി കഴിഞ്ഞു കൃഷ്ണൻ. കൃഷ്ണനെ ഓർത്തപ്പോൾ രാധാറാണിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. കൃഷ്ണൻ തന്നെ മറന്നു. രാധാറാണിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റിറ്റു വീണു. അത് കണ്ടപ്പോൾ ശുഗന് സഹിച്ചില്ല. ശുഗൻ പറഞ്ഞു, ശ്രീരാധേ, 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 കരയരുതേ, കരയരുതേ ശ്രീരാധേ. അപ്പോൾ രാധാറാണി ശുഗനെ എടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ശുഗ, നിനക്കെന്നോട് എന്തോരു സ്നേഹമാണ്, നിനക്കെന്നോട് എന്തോരു സ്നേഹമാണ്. ശ്രീരാധേ, ശ്രീരാധേ, ഞാൻ എന്നും ഈ പാദങ്ങളിലാണ്, ഞാൻ എന്നും രാധയുടെ പാദങ്ങളിലാണ്. അതിനുശേഷം ശുഗൻ ചിറകടിച്ചു പറന്നുയർന്നു. രാധയ്ക്ക് മനസ്സിലായി, രാധാറാണിക്ക് മനസ്സിലായി ശുഗൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. ശുഗൻ നേരെ കൃഷ്ണന്റെ അടുക്കലേക്ക് പോയി. അപ്പൊ കൃഷ്ണനാകട്ടെ അവിടെ ഒരു യുദ്ധത്തിന് വേണ്ട പടപ്പുറപ്പാടിന്റെ നടുവിലാണ്. അപ്പോഴാണ് ശുഗന്റെ വരവ്. ശുഗനെ കണ്ടു കഴിഞ്ഞതോടുകൂടി ഒരു നിമിഷം കൃഷ്ണൻ ആ സൈന്യത്തിന്റെ അടുക്കൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ശുഗനെ തന്റെ കൈകളിലേക്ക് സ്വീകരിച്ചു. എന്താ ശുഗ? ശുഗൻ പറഞ്ഞു, രാധ കരയുന്നു, രാധ കരയുന്നു, രാധ കരയുന്നു, കൃഷ്ണ, കൃഷ്ണ, കൃഷ്ണൻ കരയിപ്പിക്കുന്നു. കൃഷ്ണൻ അപ്പോൾ തന്നെ തൻ്റെ സന്ദേശം ശുഗന്റെ കാലിൽ കെട്ടിയിട്ടു. ശുഗൻ തിരിച്ചു പറന്നു രാധാറാണിയുടെ അടുക്കലേക്ക് വന്നു. രാധാറാണിയുടെ കൈകളിലേക്കിരുന്നു. കൃഷ്ണന്റെ സന്ദേശം രാധാറാണി വായിച്ചു. രാധേ, കരയരുതേ, നിന്നെ ഞാൻ മറന്നിട്ടില്ല, നിന്നെ ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല, നീ ഞാൻ തന്നെയാണ്. നിന്നെ ഞാൻ മറക്കുക എന്ന് പറഞ്ഞാൽ രാധേ, ഞാൻ എന്നെ തന്നെ മറക്കുന്നതാണ്. രാധയ്ക്ക് രാധാറാണിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഒരിക്കൽ കൂടി ശുഗനെ തലോടി. അങ്ങനെ രാധാറാണിയും ശുഗനും തമ്മിൽ അസാധാരണമായ ഒരു ബന്ധമാണുള്ളത്. ഒരു ദിവസം രാധാറാണി ശുഗനെ വിളിച്ചിട്ട് പറഞ്ഞു, ശുഗ, ഞാൻ ഇവിടെ നിന്ന് ദ്വാരകയിലേക്ക് പോവുകയാണ് ശുഗ. അപ്പോൾ ശുഗൻ പറഞ്ഞു, ഞാനും വരുന്നു, ഞാനും വരുന്നു. അപ്പോൾ രാധാറാണി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, നീ ഇല്ലാതെ ഞാൻ പോവുകയോ? പക്ഷേ ശുഗ, ഒന്ന് നീ മനസ്സിലാക്കണം, ഇതെന്റെ അവസാന യാത്രയാണ്, ഇതെന്റെ അവസാന യാത്രയാണ്, ഇനി ഞാൻ തിരികെ ഇല്ല ശുഗ. അത് കേട്ടപ്പോൾ ശുഗന് ഭയങ്കരമായ സങ്കടമായി. ശുഗൻ പറഞ്ഞു, അയ്യോ. അപ്പോൾ പറഞ്ഞു, കരയാതെ, ആ ദിവസം വരുമ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ രാധാറാണി ഈ ഭൂലോകത്ത് നിന്ന് പോകുന്ന ദിവസമെത്തി. അവസാന ദിവസം രാധാറാണി ഈ ശരീരം വെടിയാൻ പോകുന്നതിന് സമയമായി. അപ്പോൾ ശുഗനെ അടുക്കൽ വിളിച്ചു. ശുഗനെ അടുക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ശുഗ, എനിക്ക് ശരീരം വെടിയാൻ സമയമായി. പക്ഷേ
അപ്പോൾ ശുഗൻ പറഞ്ഞു, എന്താണ് ശ്രീരാധേ, എന്താണ് ശ്രീരാധേ, എനിക്കത് താങ്ങാൻ പറ്റില്ല. ശ്രീരാഗൻ കരയാൻ തുടങ്ങി, ശുഗൻ കരയാൻ തുടങ്ങി. അപ്പൊ രാധാറാണി പറഞ്ഞു, കരയാതെ. അപ്പൊ ശുഗൻ പറഞ്ഞു, എന്നെയും കൊണ്ടുപോ, ശ്രീരാധയില്ലാതെ എനിക്ക് ഭൂമിയിൽ പറ്റില്ല, ശ്രീരാധയില്ലാതെ എനിക്ക് ഭൂമിയിൽ പറ്റില്ല, എന്നെയും കൊണ്ടുപോ, എന്നെയും കൊണ്ടുപോകൂ. അപ്പോൾ രാധാറാണി പറഞ്ഞു, അതിനുള്ള സമയമായില്ല ശുഗ, നിനക്കൊരു പ്രത്യേക ദൗത്യമുണ്ട്. നോക്കൂ, ഞാനും കണ്ണനും ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് കണ്ണന്റെ ലീലാവിലാസങ്ങൾ, കണ്ണന്റെ മഹത്വങ്ങൾ പാടിക്കൊണ്ട് ഈ ഭൂമി മുഴുവനും നീ നടക്കണം. ഈ ഭൂമിയിലെ സകല ജനങ്ങളിലും കണ്ണന്റെ മഹത്വം നീ വേണം ചെന്നു പറയാൻ. അപ്പൊ ശുഗൻ പറഞ്ഞു, എനിക്ക് രാധയുടെയും ശ്രീരാധയുടെ മഹത്വം മാത്രമേ അറിയാമൂ, എനിക്ക് കണ്ണന്റെ മഹത്വം അറിയില്ല. ശ്രീരാധ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാം അതിൻ്റെ വഴിയേ നടക്കും. നിനക്കെപ്പോഴെങ്കിലും ഒരാപത്ത് വന്നാൽ നീ എന്നെ സ്മരിച്ചാൽ മതി. നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. നിന്റെ എല്ലാ ദൗത്യങ്ങളും കഴിഞ്ഞ് നീ ഗോലോകത്ത് എന്നെ പ്രാപിച്ചിരിക്കും. സങ്കടപ്പെടരുത് ശുഗ, സങ്കടപ്പെടരുത്. അങ്ങനെ രാധാറാണി തൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു. ശുഗൻ തല തല്ലിക്കരഞ്ഞു. ശുഗന്റെ സങ്കടം കണ്ട് അവിടെ നിന്നവരെല്ലാം കരഞ്ഞു. കാരണം ഇതെന്തൊരു ബന്ധമാണ്, അത്രയ്ക്ക് വലിയ ബന്ധമായിരുന്നു രാധാറാണിയും ഈ ശുഗനും തമ്മിലുണ്ടായിരുന്നത്. അതിനുശേഷം ശുഗൻ കുറേ ദിവസം എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടന്നു. അങ്ങനെ ഒരു ദിവസം ശുഗൻ ഇങ്ങനെ പറന്നു പറന്നു വന്ന് ഒരു മരത്തിൻ്റെ കൊമ്പിലിരുന്നു. അപ്പോൾ നമ്മുടെ ശിവഭഗവാനും പാർവതീദേവിയും കൂടെ നടന്ന് ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ശിവഭഗവാന്റെ മടിയിലേക്ക് പാർവതീദേവി കടന്നു. അങ്ങനെ പാർവതീദേവി കടന്നപ്പോൾ എനിക്കെപ്പോഴും രാധാ രാധാ രാധ എന്നേ വരൂ, അതാണ് പ്രശ്നം. പാർവതി എന്ന് പറയാൻ വന്നാൽ എനിക്ക് രാധ എന്നേ വരുത്തുള്ളൂ. അപ്പം കിടന്നു. അപ്പോൾ പാർവതീദേവി ശിവഭഗവാനോട് പറഞ്ഞു, എനിക്ക് ശ്രീഹരിയുടെ കഥകൾ കേൾക്കണം, ശ്രീഹരിയുടെ കഥകൾ എനിക്ക് കേൾക്കണം, കൃഷ്ണന്റെ മഹത്വം എനിക്ക് കേൾക്കണം. അപ്പോൾ ശിവഭഗവാൻ പറഞ്ഞു, അതെത്ര പറഞ്ഞാലും തീരില്ല, എങ്കിലും കൃഷ്ണ മഹത്വങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അതോടുകൂടി നമ്മുടെ ശുഗൻ വളരെ ജാഗരൂകനായി. അതേ, രാധാറാണി പറഞ്ഞ സമയം അടുത്തിരിക്കുന്നു. രാധാറാണി പറഞ്ഞിരുന്നു, കൃഷ്ണന്റെ മഹത്വം നിനക്കറിയാൻ പറ്റുന്ന ദിവസം വരും എന്ന് രാധാറാണി പറഞ്ഞിരുന്നു. ഇതാ ആ മുഹൂർത്തം വന്നെത്തിയിരിക്കുന്നു. അപ്പോൾ ശിവഭഗവാൻ ശ്രീഹരിയുടെ കഥകളെങ്ങനെ പറയുകയാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ കഥകൾ പറയുകയാണ്. പാർവതീദേവി ആ കഥകളിങ്ങനെ കേട്ട് കേട്ട് അതിനകത്ത് ലയിച്ചങ്ങുറങ്ങിപ്പോയി. പാർവതീദേവി ഉറങ്ങുന്നത് ശുഗൻ കണ്ടു. അപ്പോൾ ശുഗൻ ഒരു പേടി. പാർവതീദേവി ഉറങ്ങുന്നത് കണ്ട് ശിവഭഗവാൻ കഥ പറയുന്നത് നിർത്തിയാലോ? അപ്പോൾ ശുഗൻ എന്ത് ചെയ്തു എന്നറിയാമോ? പാർവതീദേവിയുടെ ശബ്ദത്തിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇടയ്ക്കിടയ്ക്ക് മൂളിക്കൊണ്ടേയിരുന്നു. അങ്ങനെ കൃഷ്ണ ഭഗവാന്റെ കഥ മുഴുവനും പറഞ്ഞു തീർന്ന് കഴിഞ്ഞപ്പോൾ പാർവതീദേവി ഉണർന്നു. അപ്പോൾ പാർവതീദേവി ശിവഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ക്ഷമിക്കണം പ്രഭോ, ഞാൻ മുഴുവനും കേട്ടില്ല, ഞാൻ ഉറങ്ങിപ്പോയി. ശിവഭഗവാൻ പറഞ്ഞു, എന്ത്, നീ മുഴുവനും കേട്ടില്ലേ? ഇല്ല. അപ്പോൾ പിന്നെ എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചതോ? പ്രഭു, അങ്ങെന്താണ് ഈ പറയുന്നത്? ഞാൻ അങ്ങയുടെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ശിവഭഗവാൻ പറഞ്ഞു, അപ്പോൾ പിന്നെ ഇതാരാണ് എന്നെ കബളിപ്പിച്ചത്? ആരാണ് എന്നെ കബളിപ്പിച്ചത്? ആരായാലും ഞാൻ വെറുതെ വിടില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ശുഗനെ കണ്ടത്. ശുഗൻ ഭയന്നുപോയി.
ശുഗൻ അവിടെ നിന്ന് പറന്നുയർന്നു, അതിവേഗം പറന്നു. ശിവൻ പിന്നാലെ കൂടി. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തനായി. പെട്ടെന്നാണ് ശുഗൻ ഓർമ്മ വന്നത്. അതേ, രാധാറാണി പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ആപത്ത് വരുമ്പോൾ നീ എന്നെ സ്മരിച്ചാൽ മതി എന്ന്. ശുഗൻ ശ്രീരാധേ ശ്രീരാധേ ശ്രീരാധേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? വളരെ പെട്ടെന്ന് ഒരു അശരീരി പോലെ വന്നു. നീ നേരെ വ്യാസമുനിയുടെ ആശ്രമത്തിലേക്ക് ചെല്ലൂ. അവിടെ വച്ച് നീ ആ വ്യാസമുനിയുടെ പത്നി ജാബിനി മുനിയുടെ മകളാണ് പിഞ്ചല, വടിക എന്നും പേരുണ്ട്, പിഞ്ചല. അവരുടെ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ. അപ്പോൾ എനിക്ക് സാവകാശം കിട്ടും, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അതനുസരിച്ച് എന്തു ചെയ്തു? ശുഗൻ അവിടെ നിന്ന് അതിവേഗം പറന്നു. വ്യാസമുനിയുടെ ആശ്രമത്തിലെത്തിയതും തന്റെ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു. നേരെ മുനിപത്നിയായ പിഞ്ചലയുടെ ആ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. ഇതൊക്കെ വ്യാസമുനി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് വ്യാസമുനി. എന്താ കാര്യമെന്നറിയാൻ വയ്യ. അതിന്റെ തൊട്ടു പിന്നാലെ ശിവനെത്തി, ശിവഭഗവാനെത്തി. ശിവഭഗവാൻ പറഞ്ഞു, ആ തത്ത എവിടെ? അതിനെ വിട്ടുതരണം എനിക്ക്, ആ തത്തയെ എനിക്ക് വിട്ടുതരണം. ഇതൊക്കെ ആ മുനിപത്നിയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആര് കേൾക്കുകയാണ്? ശുഗൻ. ശുഗൻ ഭയന്നു വീണ്ടും ശിവൻ വിളിക്കാൻ തുടങ്ങി, ശ്രീരാധേ ശ്രീരാധേ ശ്രീരാധേ. രാധാറാണിയുടെ മുഖം രൗദ്രഭാവമായി, മുഖം ചുവന്നു. രാധാറാണി എഴുന്നേറ്റു. അതോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാൻ രാധാറാണിയുടെ കയ്യിൽ പിടിച്ചു. കാരണം രാധാറാണി എഴുന്നേറ്റാൽ എന്തു സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് കൃഷ്ണൻ അറിയാം. കൃഷ്ണൻ തന്റെ ഒരംശം, ശക്തിയുടെ ഒരംശം വ്യാസമുനിയിലേക്ക് പ്രവേശിപ്പിച്ചു. അതിനു മുമ്പായി രാധാറാണിയോട് പറഞ്ഞു, സമാധാനമായിരിക്കും, ശുഗനൊന്നും സംഭവിക്കില്ല. അപ്പൊ രാധാറാണി പറഞ്ഞു, ശുഗൻ എന്തെങ്കിലും സംഭവിച്ചാൽ കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, ഇല്ല. കൃഷ്ണന്റെ ഒരംശം വ്യാസമുനിയിലേക്ക് പ്രവേശിച്ചു. അതോടുകൂടി വ്യാസമുനി തന്റെ മനക്കണ്ണിൽ സകലതും കണ്ടു. അപ്പോൾ വ്യാസമുനി ശിവഭഗവാനോട് പറഞ്ഞു, അല്ല, എന്താണ് ഈ ശുഗൻ ചെയ്ത തെറ്റ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകൾ കേട്ടു എന്നല്ലേ? ആ കഥകൾ കേൾക്കുന്നത് പുണ്യമാണ് എന്നു മാത്രവുമല്ല, ശുഗൻ കഠിനമായ രാധാഭക്തനാണ്. അവനെ രക്ഷിക്കാൻ എന്നും രാധയുണ്ടായിരിക്കും. അവന് ചുറ്റും രാധികാ കവചവുമുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ സംഹാരരുദ്രയായി രാധാറാണി മാറിയാൽ പിന്നെ നമുക്ക് ആർക്കും തടുക്കാൻ പറ്റില്ല. അപ്പോൾ ശിവഭഗവാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായി, ശരിയാണ്, ശുഗൻ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, കൃഷ്ണകഥ കേൾക്കുക മാത്രമാണ് ചെയ്തത്. പിന്നെ അതോടൊപ്പം തന്നെ രാധയുടെ കഠിന ഭക്തനുമാണ്. അവിടെ നിന്നുകൊണ്ട് ശിവൻ ശുഗനെ അനുഗ്രഹിച്ചു. അല്ലയോ ശുഗ, നിനക്ക് എല്ലാവിധ ജ്ഞാനപ്രാപ്തിയും ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അനുഗ്രഹിച്ചതിന് ശേഷം ശിവഭഗവാൻ തിരിച്ചുപോയി. അങ്ങനെ ഈ പിഞ്ചലയുടെ ഗർഭത്തിൽ 16 വർഷം നമ്മുടെ ശുഗൻ കഴിഞ്ഞു. ഒടുവിൽ മുനി വന്നിട്ട് പറഞ്ഞു, ശുഗ, ഇനി നീ പുറത്തേക്ക് വരൂ, ഇനി നീ വെളിയിലേക്ക് വരൂ. ഇപ്പോൾ ശിവഭഗവാൻ നിന്നിൽ പ്രസീതനാണ്. അപ്പോൾ ശുഗൻ പറഞ്ഞു, നോക്കൂ, ഞാൻ പുറത്തേക്ക് വരുന്നില്ല. ഞാൻ ജനിച്ചാൽ ഈ ലോകത്തിന്റെ മായയിൽ ഞാൻ അകപ്പെടും. അങ്ങനെ അകപ്പെട്ടു പോയാൽ ഞാൻ രാധാറാണിയെ മറന്നുപോകും, കൃഷ്ണന്റെ മഹത്വം മറന്നുപോകും. അതുകൊണ്ട് എനിക്ക് പറ്റില്ല. ഇപ്പോൾ എനിക്ക് നല്ല ശാന്തിയുണ്ട്. അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഞാൻ നിനക്ക് വരം നൽകുകയാണ്. ലോകത്തിന്റെ മായ ഒരിക്കലും നിന്നെ പിടികൂടുകയില്ല. നീ പുറത്തേക്ക് വരൂ ശുഗ, നീ പുറത്തേക്ക് വരൂ ശുഗ. ഇത് ഞാൻ തരുന്ന വാക്കാണ് നിനക്ക്, ഞാൻ തരുന്ന വരമാണ് നിനക്കെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ശുഗൻ പുറത്തേക്ക് വരാൻ തീരുമാനിച്ചു. അങ്ങനെ വ്യാസമുനിയുടെ പത്നിയുടെ ഉദരത്തിൽ നിന്നും
ഒരു കുഞ്ഞു പിറന്നു വീണു. കൃഷ്ണവർണ്ണമുള്ള ഒരു കുഞ്ഞ്. അതിന് തത്തയുടെ മുഖമാണ്. അവന് ശുഖൻ എന്ന പേരിട്ടു. ശുഖം എന്ന തത്തയിൽ നിന്ന് ശുഖനായി മാറുകയാണ്. ബൃഹസ്പതിയെയും ജനകനെയും ഗുരുവായി നിയമിച്ചു. അങ്ങനെ സകലവിധ പ്രപഞ്ച രഹസ്യങ്ങളും സകല ശ്രീകൃഷ്ണ കഥകളും രാധാകഥകളും ആർക്ക് മനഃപ്പാടമായി മാറുന്നു? നമ്മുടെ ശുഖന് മനഃപ്പാടമായി മാറുന്നു. ഈ സമയത്താണ് നമ്മുടെ പരീക്ഷിത്ത് രാജാവ്. ആരാണ് പരീക്ഷിത്ത് രാജാവ് എന്ന് പറഞ്ഞാൽ? അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും മകനായ പരീക്ഷിത്ത് രാജാവ് ഒരു അബദ്ധം കാണിക്കുന്നതും ഒരു മഹർഷിയുടെ കഥ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വലുതായിട്ട് പറയുന്നില്ല. മഹർഷിയുടെ കഴുത്തിലേക്ക് ചത്ത പാമ്പിനെ ഇട്ട് കൊടുക്കുകയും മഹർഷിയുടെ മകൻ വന്ന് ഇതിട്ടത് ആരായാലും ശരി ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകന്റെ ദംശനത്താൽ മരിക്കുകയും ചെയ്യുമെന്ന് പറയുകയും മുനിശ്രേഷ്ഠൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഈ ശാപത്തെക്കുറിച്ച് അറിയുകയും രാജാവിന് വിവരമറിയിക്കുകയും ചെയ്തു. ഒരു മുനിയെ അപമാനിച്ച താൻ ഈ ശിക്ഷ അർഹിക്കുന്നു, അതുകൊണ്ട് അത് 2 കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുകയും തൻ്റെ മകനെ ജനമേജയൻ അദ്ദേഹത്തെ ഭരണമേൽപ്പിച്ചിട്ട് ഗംഗാതടത്തിലേക്ക് വരികയും ചെയ്യുന്നു. അവിടെ വച്ച് പരീക്ഷിത്ത് രാജാവ് ചിന്തിക്കുകയാണ്, 7 ദിവസമേ ഇനി എൻ്റെ കയ്യിലുള്ളൂ. ഈ 7 ദിവസത്തിനുള്ളിൽ എനിക്ക് മോക്ഷം കിട്ടാൻ എന്താണ് വഴി? അപ്പോഴാണ് മനസ്സിലായത് 7 ദിവസം കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകൾ മുഴുവനും കേൾക്കണം. അപ്പോൾ അങ്ങനെ 7 ദിവസത്തിനുള്ളിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കഥകൾ മുഴുവൻ പറയാൻ കഴിവുള്ള ആരുണ്ട്? അപ്പോഴാണ് അറിഞ്ഞത് ശുഖനുണ്ട്. ശുഖന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അങ്ങനെ ശുഖനെ വിളിക്കാൻ ആള് പോയി. അങ്ങനെ ശുഖൻ വന്നു. ഒരു വലിയ ദൗത്യമാണ് ശുഖൻ ഏറ്റെടുക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം 7 ദിവസം കൊണ്ട് കൃഷ്ണന്റെ മഹത്വങ്ങൾ മുഴുവൻ പറഞ്ഞു തീർക്കണം. രാധാറാണിയുടെ കഥ പറയാൻ തുടങ്ങിയാൽ 7 അല്ല 70 ദിവസം എടുത്താലും ഇത് തീരുകയില്ല. അതാണ് ശുഗൻ നേരിട്ട ഒന്നാമത്തെ പ്രശ്നം. രാധാറാണിയുടെ കഥ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും തീരില്ല. പിന്നെ 7 ദിവസം മാത്രമേ കയ്യിലുള്ളൂ. 7-ാം ദിവസം തക്ഷകൻ ദംശിച്ചിരിക്കുകയും ചെയ്യും. എന്നിട്ടും ഇടയ്ക്കൊക്കെ അറിയാതെ രാധാറാണിയെ കുറിച്ച് പറയാൻ നമ്മുടെ ശുഗൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന അവസരത്തിൽ ശുഗന് കഴിഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരും. ഇങ്ങനെ താൻ കൃഷ്ണൻ ചന്ദ്രാവലിയിലെടുത്തു പോകുമ്പോൾ രാധയെ വിവരമറിയിക്കുന്ന കാര്യങ്ങൾ. അതേ കണക്ക് തന്നെ സുബല ഒടുവിൽ തൻ്റെ അടുക്ക് അഭയം പ്രാപിക്കേണ്ടി വരുന്നത്, രാധയുടെ സന്ദേശവുമായി പോകുന്നത്, ഒടുവിൽ ഭൂമി വെടിയാൻ നേരം അനുഗ്രഹിക്കുന്നത്, ഏതാപത്തിലും എന്നെ സ്മരിച്ചാൽ മതിയെന്ന് പറയുന്നത്. അപ്പോഴേക്കും ഹൃദയം കൊണ്ട് ശ്രീരാധേ ശ്രീരാധേ എന്ന് വിളിച്ച് നിർവികൽപ്പ സമാധിയിലേക്ക് പോകും. പിന്നെ കുറെ നേരത്തേക്ക് പരിസര ബോധം പോലും പോകില്ല, പരിസര ബോധം പോലും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഭാഗവതം പരീക്ഷത്തിന്റെ അടുത്ത് പറയുമ്പോൾ രാധ എന്ന് പറയാൻ പറ്റാതെ പോയതിന്റെ കാരണം. അപ്പോ ഭാഗവതത്തിൽ രാധാറാണിയുടെ പേര് പറയാൻ പറ്റാതെ പോയതിന് 2 കാരണങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് രാധാറാണിയുടെ കഥയും കൂടെ ചേർത്താൽ 7 ദിവസത്തിനുള്ളിൽ ഇത് അവതരിപ്പിക്കാൻ പറ്റില്ല. 7 ദിവസത്തിനുള്ളിൽ ഇത് അവതരിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നാൽ പരീക്ഷത്തിന് മോക്ഷം കിട്ടില്ല. 2, രാധ എന്ന പേര് ഉച്ചരിക്കുമ്പോഴേക്കും പിന്നെ ബാക്കി പറയാൻ കഴിയാതെ നിർവികൽപ്പ സമാധിയിലേക്ക് പോവുകയാണ്. എന്നിട്ടും എങ്ങനെയോ അതിനകത്ത് ഒരിടത്ത് മാത്രം ആ രാധിക എന്ന ഗോപികയാണ് കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് ഒരിടത്ത് മാത്രം എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അപ്പൊ ഇവിടുത്തെ കാര്യം പരീക്ഷിത്ത് രാജാവിന് കൃഷ്ണന്റെ മഹിമ വർണ്ണിച്ചു കൊടുക്കുക, അതോടുകൂടി പരീക്ഷത്തിനെ മോക്ഷത്തിലേക്ക് നയിക്കുക എന്നതാണ്. അതുകൊണ്ട് രാധാറാണിയുടെ കഥ പറഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ തീരില്ല. അതുകൊണ്ടാണ്
ഭാഗവതത്തിൽ ആരില്ലാത്തത്? രാധയുടെ നാമം ഇല്ലാത്തതെന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ എല്ലാവരും പറയുന്ന മറുപടി ഇതാണ്: ശുഗൻ രാധ എന്ന പേര് ഉച്ചരിക്കുമ്പോഴേക്കും നിർവികൽപ്പ സമാധിയിലേക്ക് പോകും. അത് സത്യമാണ്. ആ നിർവികൽപ്പ സമാധിയിൽ നിന്ന് ഉണർന്നാൽ വീണ്ടും പറയാൻ പറ്റും രാധ എന്ന പേര്. പക്ഷേ അങ്ങനെ വരുമ്പോൾ രാധാറാണിയുടെ കഥ ചേർത്താൽ 7 ദിവസം കൊണ്ട് പരീക്ഷത്തിന് മോക്ഷം കിട്ടുക എന്നത് അസാധ്യമായി മാറും. ആ ഒറ്റ കാര്യങ്ങൾ കൊണ്ടാണ് ആ ഭാഗവതത്തിൽ രാധയുടെ നാമം ഇല്ലാത്തത്. ഇനി നിങ്ങളോട് ഞാനൊരു രഹസ്യം പറയട്ടെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. രാധാറാണിയുടെ പേര് ഭാഗവതത്തിൽ ഇല്ലാതെ പോയതുകൊണ്ട് ഭാഗവതം എന്നതൊരു അപൂർണമായ ഗ്രന്ഥമാണ്. ഭാഗവതം ഒരിക്കലും ഒരു പൂർണ്ണമായ ഗ്രന്ഥമല്ല എന്നറിയുക. കാരണം രാധയുടെ നാമം അതിനകത്തില്ല. ഇനി മറ്റൊരു രഹസ്യവും കൂടെ നിങ്ങളോട് ഞാൻ പറയട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട രഹസ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഭാഗവതത്തിൽ രാധയുടെ പേരില്ല, അതുകൊണ്ട് അപൂർണമാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു. അതേ ഞാൻ തന്നെ നിങ്ങളോട് പറയുകയാണ്. ഭാഗവതം മുഴുവൻ രാധാമയമാണ്. ഭാഗവതം മുഴുവൻ രാധാമയമാണ്. ഭാഗവതത്തിൽ എവിടെയാണ് രാധാറാണിയുടെ പേര് പറയാത്തത്? ഭാഗവതത്തിന്റെ ഓരോ അംശത്തിലും രാധാറാണിയുടെ പേര് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗവതം ഒരു സമ്പൂർണ്ണ ഗ്രന്ഥമാണ്. ഇപ്പോൾ നിങ്ങൾ ആകപ്പാട് ആശയക്കുഴപ്പത്തിലായി. ഇതെന്താണ് ദിലീപ് സാറേ? ദിലീപ് സാറ് പറയുന്നു ഭാഗവതത്തിൽ എങ്ങും രാധയുടെ പേരില്ല, അതുകൊണ്ട് ഭാഗവതം അപൂർണമാണ്. എന്നിട്ട് അതേ ദിലീപ് സാറ് പറയുന്നു ഭാഗവതം മുഴുവനും രാധാമയമാണ്. ഭാഗവതത്തിൽ എല്ലാ അധ്യായങ്ങളിലും എല്ലായിടത്തും രാധാറാണിയുണ്ട്. അതെങ്ങനെ? അതിന്റെ ഉത്തരം ഞാൻ വ്യക്തമാക്കും. ബുധനാഴ്ച രാത്രി 7:30 എന്നാകുമ്പോൾ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങളുടെ കയ്യിലേക്ക് വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഭാഗവതം മുഴുവനും രാധാമയമാണെന്ന അത്ഭുതം. അതേ, ഭാഗവതം അങ്ങനെ ഒരു അത്ഭുത ഗ്രന്ഥമാണ്. ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ രാധയില്ല, മറ്റൊരു വശത്തു നിന്ന് നോക്കുമ്പോൾ നിറയെ രാധയാണ്. അങ്ങനെ ഒരു അത്യത്ഭുത ഗ്രന്ഥമാണ് ഭാഗവതം. എന്താണത്? ഭാഗവതത്തിൽ നിറയെ രാധയോ? ഭാഗവതത്തിലെ എല്ലാ അധ്യായത്തിലും രാധാറാണിയുണ്ട്. ബുധനാഴ്ച രാത്രി 7:30 മണിയാകാൻ കാത്തിരിക്കൂ. ഭാഗവതം രാധാമയമാകുന്നു എന്ന തലക്കെട്ടിൽ നിങ്ങളുടെ മുന്നിലേക്ക് ആ വീഡിയോ വരും. കാത്തിരിക്കൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.